കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. നാം കഴിഞ്ഞ 1-2 വീഡിയോകളിൽ ദൈവം ഏകൻ എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനിടയായി തീർന്നു. ആ വിഷയങ്ങളുടെ രത്നച്ചുരുക്കം ഇപ്രകാരമായിരുന്നു: ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 നിലകൾ മനുഷ്യനുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. ആ 3 ഘടകങ്ങൾ ദൈവത്വത്തിൻ്റെ 3 വശങ്ങളാണെന്നും അത് പ്രവർത്തികൾ ഒരുമിക്കുന്നുവെന്നും മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഈ 3 ഘടകങ്ങൾ ഒരുമിച്ച് കൂടി പ്രവർത്തിക്കുന്ന ഏകദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യമാണ് ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത്. ഈ 3 ഘടകങ്ങളും ഉണ്ടായിരിക്കെ ഈ 3 ഘടകങ്ങൾക്കും, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങൾക്കും അതിൻ്റേതായ പ്രവൃത്തിയും നിലയും ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് ദൈവത്തെ ഏകനെന്ന് പറയുന്നു, ത്രിയേകനെന്നോ തൃത്വമെന്നോ പറഞ്ഞുകൂടാ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. എന്നാൽ അതിനെക്കുറിച്ച് ചില സംശയങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് കൊണ്ടാണ് വീണ്ടും അതിൻ്റെ കാര്യവിവരണം, അതിൻ്റെ സത്യാവസ്ഥ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് ഈ വീഡിയോയിൽ കൂടി ചിന്തിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നാം ചിന്തിക്കാനിടയായി തീർന്നത് പ്രകാരമാണ്: ഒരു മനുഷ്യനോട് സദൃശ്യമാക്കി, ഒരു വ്യക്തിയോട് സദൃശ്യമാക്കിയാണ് നമ്മൾ ആ കാര്യം ചിന്തിക്കാനിടയായി തീർന്നത്. അതിൻ്റെ യുക്തി എന്ന് പറയുന്നത്, സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനാകാൻ യേശുവിന് ആവശ്യമായിരുന്നു. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ് യേശു. നമ്മിൽ നിന്ന് പാപത്തെ ഒഴിച്ചു നിർത്തിയാൽ നമ്മെപ്പോലെ ഒരു ജീവിതമായിരുന്നു യേശുവിൻ്റെയും. യേശുവിൻ്റെ ജീവൻ പരിശുദ്ധാത്മാവിലായിരുന്നു. എങ്കിലും ലോകത്തിലെ ജീവിതത്തെ സംബന്ധിച്ച് അവൻ്റെ സഹോദരന്മാരോട് അവൻ സദൃശനായിരുന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഇപ്രകാരം ചിന്തിപ്പോൾ ഇടയായി തീർന്നു: അപ്പോസ്തലന്മാരോട് സദൃശനാണ് യേശു എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് സദൃശനാണ്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ സാദൃശ്യമാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തോട് താരതമ്യമുള്ളതാണ് നമ്മുടെ ജീവിതം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ലോകത്തിൽ പാപിയായ മനുഷ്യൻ, അതിൽ പാപം മാറ്റി നിർത്തിയാൽ അവർ യേശുക്രിസ്തുവിനോട് സദൃശരാകുന്നുവെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവപുത്രന് തുല്യനായിരുന്നു എന്നും ദൈവപുത്രൻ ദൈവത്തോട് സമനെന്നും കർത്താവിൻ്റെ വചനത്തിൽ നിന്നും നാം പഠിക്കാനിടയായിട്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതം അപ്പോസ്തലന്മാരോട് താരതമ്യപ്പെടുത്തിയും, അപ്പോസ്തലന്മാരുടെ ജീവിതം അല്ലെങ്കിൽ ശരീരം ക്രിസ്തുവിനോട് താരതമ്യപ്പെടുത്തിയും, ക്രിസ്തുവിൻ്റെ ശരീരം ദൈവപുത്രനോട് സാദൃശ്യപ്പെടുത്തിയും, ദൈവപുത്രൻ്റെ സമ്പൂർണ്ണത ദൈവത്തോട് താരതമ്യപ്പെടുത്തിയും നമ്മൾ സത്യം ഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചപ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ എത്തിച്ചേരുവാനിടയായി തീർന്നു. ആ എത്തിച്ചേർന്നത് പ്രകാരമാണ്: ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങളുള്ള ഒരു മനുഷ്യൻ, അവൻ ഒരു മനുഷ്യനാണ്. ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങൾ അവനുണ്ടെങ്കിലും അവനെ അത് ഒന്നിൽ കൂടുതൽ ആക്കി തീർക്കുന്നില്ല. അവൻ്റെ ദേഹിയിൽ ദൈവത്തിൻ്റെ സ്വരൂപം വെളിപ്പെടുന്ന ഇടമാണ്. ആ ദൈവസ്വരൂപം വെളിപ്പെടുന്നതിന് മുമ്പുള്ള മുന്നോടിയാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. അങ്ങനെ ഈ കാലത്തിൽ രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരിലേക്ക് ദൈവം തൻ്റെ ജ്ഞാനത്തെ അയക്കുന്നു. ആ ജ്ഞാനമാണ്
നാളെ വളർച്ച പ്രാപിച്ച് അനുസരണമായി തീർന്നതിന് ശേഷം ദൈവസ്വരൂപമായി കണ്ണാടിയിൽ പ്രതിബിംബമായി ക്രിസ്തുയേശുവിനെ വെളിപ്പെടുത്തുന്നത്. ഈ ശരീരത്തെ ജീവിപ്പിക്കുന്ന ആത്മാവാണ് നമ്മളിലെ മനുഷ്യാത്മാവ്. ഈ ശരീരത്തിൽ എന്ത് പ്രവർത്തിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് നമ്മുടെ ഉള്ളം. അതാണ് യഥാർത്ഥത്തിൽ നാം. ഈ ഘടകങ്ങളൊക്കെയും മനുഷ്യനുണ്ടെങ്കിലും മനുഷ്യൻ ഏകനാണ്. ആ ഏക മനുഷ്യൻ, അവൻ്റെ ഏകത്വം എവിടെയെല്ലാമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്? ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നതനുസരിച്ച് ഈ ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന 3 ഘടകങ്ങൾ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോഴേ മനുഷ്യനുണ്ട്. എന്നാൽ നമ്മളൊരു കാര്യം ചിന്തിപ്പാൻ ഇടയായി തീർന്നു. ഇതിൽ ദേഹമെന്നത് ശരീരത്തിന് ഭൗതികമായ രൂപത്തെയും ലോകത്തോട് ബന്ധപ്പെടുവാനുള്ള അവസ്ഥയെയും തരുന്നു. അതാണ് ജഡം. ഈ ജഡത്തെ ജീവിപ്പിക്കുന്നത് ജീവരക്തമാണ്. ആ ജീവരക്തത്തെ ജീവനുള്ളതാക്കി തീർക്കുന്നത് നമ്മിലെ മനുഷ്യാത്മാവാണ്. അടുത്തത് ദേഹിയാണ്. ദേഹി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളമാണ്. അതാണ് യഥാർത്ഥത്തിൽ നാം എന്ന് പറയുന്നത്. ഈ ദേഹിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി കടന്നു വരുന്ന ജ്ഞാനത്തെ സ്വീകരിച്ച് അത് വിശ്വാസമായി തീർന്ന് അനുസരിച്ച് തൻ്റെ ഉള്ളിൽ തൻ്റെ ദേഹിയുടെ നിലവാരമനുസരിച്ച് പണിയപ്പെടുന്ന ഒരു മനസ്സുണ്ട്. ഈ മനസ്സാണ് നാളെ വളർച്ചാ പൂർത്തീകരണം വന്നു കഴിഞ്ഞതിന് ശേഷം ദൈവം പരിശോധിക്കുന്നതും ദൈവം അവനെ യോഗ്യത നിശ്ചയിക്കുന്നതും. അമ്മയുടെ ഗർഭത്തിൽ ഉരുവായപ്പോൾ ഉണ്ടായ ദേഹവും ദേഹിയും ആത്മാവും ഗർഭത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴേ തന്നെ ഈ 3 ഘടകങ്ങളും അവനുണ്ട്. എന്നാൽ ആ സമയത്ത് അവനില്ലാത്തൊരു ഘടകമാണ് മനസ്സ്. മനസ്സ് എന്ന് പറയുന്നത് ദിനംതോറും വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ അവൻ്റെ ആയുഷ്കാലം തീരുമ്പോൾ 70 വയസ്സായെങ്കിൽ അല്ലെങ്കിൽ 80 വയസ്സായെങ്കിൽ 80 വയസ്സാകുമ്പോൾ അവനുള്ള ഘടകം അവൻ്റെ ജീവിതത്തിൽ ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങൾ മാത്രമല്ല, അതിനോടുകൂടെ മനസ്സ് എന്ന് പറയുന്ന 4ാമതൊന്നു കൂടി ഉണ്ടാകും. ഈ 4ാമത് വന്നതാണ് നമ്മൾ ആരെന്ന് നിശ്ചയിക്കുന്നത്. ഒരു മനുഷ്യൻ ആരെന്നും അവൻ എങ്ങോട്ടാണ് തിരിയുന്നതെന്നും അവൻ എവിടെയാണ് എത്തിച്ചേരുന്നതെന്നും തീരുമാനിക്കുന്നത് ഈ 4ാമത്തെ ഘടകമായ മനസ്സാണ്. മനസ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് വളരുന്നത്? യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത് അന്തരംഗത്തിൽ ജ്ഞാനത്തെ വെച്ചവനാ, മനസ്സിന് വിവേകം കൊടുത്തവനാ. അതിൻ്റെ ഭാഷാന്തരത്തിൽ എഴുതിയിരിക്കുന്ന വാക്ക് പ്രകാരമാണ് മനസ്സിൽ വചനം വെച്ചവനാര്. മനസ്സ് പണിയുന്നത് ജ്ഞാനം കൊണ്ടാണ്. ജ്ഞാനം വരുന്നത് വചനത്താലാണ്. വചനം ആത്മാവിനാലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത്, ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങളോടുകൂടി ഈ ഭൂമിയിലേക്ക് വന്ന മനുഷ്യൻ, അവനിലേക്ക് ജ്ഞാനം പ്രവേശിച്ച് മനസ്സ് വളർന്നു വരുവാനാണ് ദൈവം അവനെ ലോകത്തിൽ ആക്കി വച്ചിരിക്കുന്നത്. അങ്ങനെ മനസ്സ് വളർന്നു വരണമെങ്കിൽ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് ജ്ഞാനം പ്രവേശിക്കണം. ജ്ഞാനം പ്രവേശിപ്പാൻ മനുഷ്യന് 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. കണ്ണ്, ചെവി, ത്വക്ക്, മൂക്ക്, നാക്ക് എന്നീ പറയുന്ന 4 വാതിലുകളാണ് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനുള്ള
ജ്ഞാനം പ്രവേശിക്കാനുള്ള വഴി. ഈ ശരീരത്തിൽ മനുഷ്യൻ വസിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ മനസ്സ് പണിയപ്പെടാൻ തുടങ്ങുന്ന ആദ്യ ഘട്ടമെന്ന് പറയുന്നത് വെളിച്ചം കാണുമ്പോഴാണ്. ആ വെളിച്ചം കാണുന്നതിനെക്കുറിച്ച് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് സൂര്യനെ കാണാത്ത പ്രജ. ഏറ്റവും ആദ്യമേ തന്നെ ഇതിന് ജ്ഞാനം പ്രവേശിക്കണം ഇതിനുള്ളിലേക്ക്. ഈ ജ്ഞാനമാണ് അനുസരണമായി തീർന്ന് അവൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളർന്നതിന് ശേഷം പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവൻ്റെ മരണസമയമാകുമ്പോഴേക്കും അവനിൽ പണിതീർന്ന മനസ്സ് എങ്ങനെയുള്ളതാണോ ആ മനസ്സനുസരിച്ചിട്ടാണ് അവൻ നിത്യതയിൽ എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ മനസ്സും ദേഹിയും തമ്മിലുള്ള ബന്ധം നമ്മൾ ശ്രദ്ധയോടെ പഠിക്കേണ്ടതാണ്. കാരണം വചനം പറയുന്നത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വരേണ്ടതാകും. കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു ന്യായാസനമുണ്ട്. ആ ന്യായാസനത്തിന് മുമ്പാകെ എല്ലാവരും വരണം. അങ്ങനെ വരുമ്പോൾ അവർക്ക് അവിടെ നിന്ന് ന്യായവിധി ഉണ്ടാകും. ചിലർക്ക് നല്ല വിധിയുണ്ടാകും, ചിലർക്ക് ദോഷകരമായ വിധിയുണ്ടാകും. ഈ വിധിയുടെ ആധാരമെന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ അവർ ജീവിച്ച കാലത്ത് അവരിൽ വളർന്നു വന്ന മനസ്സാണ്. ആ മനസ്സിനെ പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ മനസ്സ് പണിയുന്നത് ജ്ഞാനം കൊണ്ടാണ്. ജ്ഞാനം വചനത്താലാണ്. അങ്ങനെ പണിയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്താൽ, വചനം അതിലുള്ള ജ്ഞാനത്താൽ, അതിൻ്റെ അനുസരണത്താൽ അകത്തെ മനുഷ്യനായി തീർന്ന് വളർച്ച പ്രാപിച്ചവൻ്റെ മനസ്സ് ക്രിസ്തുയേശുവിൻ്റെ മനസ്സുപോലെ ആയിരിക്കും. അവന് ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനത്തേക്ക് പ്രവേശിപ്പാൻ ദൈവം അവസരം നൽകും, പ്രതിഫലം നൽകും. എന്നാൽ ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ടും ലോകത്തിൻ്റേതായ നശിച്ചു പോകുന്ന ലോകത്തിൻ്റെ ജ്ഞാനം, അതിൻ്റെ വചനങ്ങളും സ്വീകരിച്ച് ആ ജ്ഞാനത്താൽ വളർച്ചാ പൂർത്തീകരണം പ്രാപിച്ച മനം അങ്ങനെയുള്ളവർ കർത്താവിന് മുൻപാകെ ചെല്ലുമ്പോൾ അതും വെളിപ്പെടും. അങ്ങനെ വെളിപ്പെടുന്നത് ഇരുട്ടും ദൈവത്തിൻ്റെ വചനത്താൽ വളർച്ച പ്രാപിച്ച് വെളിപ്പെട്ടു വന്ന മനസ്സ് വെളിച്ചവുമായിരിക്കും. അങ്ങനെ ഈ ലോകത്തു നിന്ന് വേർപെട്ട ജനം ലോകത്തു നിന്ന് ജീവിതം അവസാനിപ്പിച്ച് മാറിപ്പോയ ജനത്തെ രണ്ടായിട്ട് വിഭാഗിക്കുന്നു. ഒന്ന് വെളിച്ചത്തിൻ്റെ മക്കളെന്നും, അല്ലെങ്കിൽ വെളിച്ചം ഉള്ളവരെന്നും വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുന്നവരെന്നും, ഒന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നവരെന്നും രണ്ടായിട്ട് അവിടെ കാണുകയാണ്. ഇങ്ങനെ കാണുമ്പോൾ ഇവരുടെ തെറ്റെന്താണ് എന്നുള്ളതാണ് അവിടെ നമുക്ക് ചിന്തിക്കേണ്ടത്. ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നത് ഒരുവൻ ദൈവജ്ഞാനത്തിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള ദൈവജ്ഞാനത്തിൽ, അതിൻ്റെ അനുസരണത്തിൽ അവൻ്റെ മനസ്സ് വളർന്നു. മറ്റൊരുത്തിന് ലോകജ്ഞാനത്തിൽ, ലോകത്തു നിന്നുള്ള വചനത്താൽ, അതിൻ്റെ അനുസരണത്താൽ അതിലും മനസ്സ് വളർന്നുകൊണ്ടിരുന്നു. ഇവൻ ചെയ്ത തെറ്റെന്ത്? ഈ മനുഷ്യൻ ലോകത്തിൻ്റെ ജ്ഞാനം ലഭിച്ച് അത് വിശ്വസിച്ച് അതനുസരിച്ച് ജീവിച്ച മനുഷ്യൻ മരണത്തിന് ശേഷം ഇരുട്ടിലേക്ക് പോകുമ്പോൾ, ന്യായവിധിയിലേക്ക് വരുമ്പോൾ അവൻ ചെയ്ത തെറ്റെന്ത്? അവൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പ്രകാരമാണ്. ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കണമെങ്കിൽ അവൻ ദൈവത്തിൽ നിന്നുള്ളവനും ദൈവത്തിനുള്ളവനുമായിരിക്കണം. ഈ ലോകത്തിൽ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. ദൈവം മുമ്പാകെ നിഷ്കളങ്കരായി തീരുവാൻ കർത്താവ് മുൻ നിശ്ചയിച്ചിട്ടുള്ള ജീവിതങ്ങളുണ്ട്. ആ ജീവിതങ്ങൾക്ക് മാത്രമേ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാൻ സാധിക്കൂ. അല്ലാത്തവർക്കാർക്കും ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാൻ സാധിക്കില്ല. അങ്ങനെ ദൈവത്തിൻ്റെ വചനം
സ്വീകരിക്കാൻ സാധിക്കാത്ത ഒരു കൂട്ടം, ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു കൂട്ടം. ഇങ്ങനെയാണ് അവരുടെ ദേഹിയുടെ നിലവാരം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് മാനവരാശിയെ നിയന്ത്രിക്കുന്നതും മാനവരാശിയെ വേർതിരിക്കുന്നതും ശരീരത്തിൻ്റെ നിലവാരത്തിലല്ല, ആത്മാവിൻ്റെ നിലവാരത്തിലല്ല, പിന്നെയോ ദേഹിയുടെ നിലവാരത്തിലാവും. കാരണം അവനിലേക്ക് ദൈവജ്ഞാനം വന്നപ്പോൾ നിരസിച്ച് കളഞ്ഞതും, അവനിലേക്ക് ലോകജ്ഞാനം വന്നപ്പോൾ അതിനെ നിരസിച്ച് കളഞ്ഞതും, ദൈവത്തിൻ്റെ ജ്ഞാനം വന്നപ്പോൾ അവൻ സ്വീകരിച്ച് വിശ്വാസമായി തീർന്നതും, ഇങ്ങനെ മനുഷ്യരുടെ വിവിധമായിട്ടുള്ള സ്വഭാവങ്ങൾ ദേഹിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്താണ് ദേഹിയുടെ ആ നിലവാര മാറ്റത്തിന് വ്യത്യാസം? ദൈവത്തിൻ്റെ വചനം പറയുന്നത്, പ്രവാസികളും പരദേശികളുമായിരിക്കുന്ന നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്, അവിടെ ആത്മാവെന്ന് എഴുതിയിരിക്കുന്നു. പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, പ്രവാസികളും പരദേശികളുമായിരിക്കുന്ന നമ്മുടെ ആത്മാവിനോട്, ദേഹി എന്നാണ് അതിൻ്റെ രൂപം. അത് ഓതറൈസ്ഡ് വെർഷനും കൂടെ ചേർത്ത് പഠിച്ചാൽ നമുക്കത് വ്യക്തമാകും. പ്രവാസികളും പരദേശികളുമായിരിക്കുന്ന നമ്മുടെ ദേഹിയോട് പോരാടുന്ന ആത്മാവ്, അതായത് ആ ദേഹിയോട് പോരാടുന്ന പോരാട്ടങ്ങൾ. ഈ ലോകത്തിൽ ദേഹികളെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഈ ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും ആത്മാവുണ്ട്, ജീവനുണ്ട്, ശരീരമുണ്ട്. ഇതുപോലെ മനുഷ്യനും ആത്മാവുണ്ട്, ജീവനുണ്ട്, ശരീരമുണ്ട്. എന്നാൽ സഭാപ്രസംഗി പറയുന്നത്, ഈ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന് മൃഗങ്ങളെക്കാൾ വിശേഷതയില്ല. ജഡപ്രകാരം സൂര്യന് കീഴെ അവന് മൃഗങ്ങളെക്കാൾ വിശേഷതയില്ല. മൃഗത്തിന് ശരീരമുണ്ട്, അവനും ശരീരമുണ്ട്. മൃഗത്തിന് ജീവനുണ്ട്, അവനും ജീവനുണ്ട്. മൃഗത്തിൻ്റെ ജീവൻ രക്തത്തിലാണ്, അവൻ്റെ ജീവനും രക്തത്തിലാണ്. മൃഗത്തിൻ്റെ രക്തത്തെ ജീവിപ്പിക്കുന്ന ആത്മാവാണ്, മനുഷ്യൻ്റെ ജീവനെയും രക്തത്തെയും ജീവിപ്പിക്കുന്നത് ആത്മാവാണ്. അത് മനുഷ്യാത്മാവാണ്. ഇങ്ങനെ വ്യത്യാസമില്ല, മറ്റുള്ള ജീവികളുമായിട്ട് അവന് വ്യത്യാസമില്ല. എന്നാൽ വ്യത്യാസമുള്ള അടുത്തൊരു ഭാഗം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്, അത് ദേഹിയാണ്. ഈ ദേഹി എന്ന് പറയുന്നത് അതിൻ്റെ ചരിത്രം ഈ ലോകത്തിൽ തുടങ്ങുന്നതല്ല. നമ്മൾ യൂദയെക്കുറിച്ച് പഠിക്കുന്നത് പ്രകാരമാണ്. കർത്താവായ യേശു പ്രകാരം പറഞ്ഞു, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? അതിലൊരുത്തൻ ഒരു പിശാചാകും. പിശാചെന്ന് പറയുന്നത് ആരാണെന്ന് നമുക്കറിയാം. അതൊരാളുടെ പേരല്ല. മനുഷ്യനെന്ന് പറയുന്നത് ഒരാളല്ല, അതൊരു സമൂഹമാണ്. മനുഷ്യനെന്ന് പറയുന്ന ഒരു സമൂഹമാണ്. അപ്പോസ്തലനായ പൗലോസ് മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേര് പൗലോസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ തൊഴിൽ കർത്താവിൻ്റെ ദാസൻ എന്നുള്ളതാണ്. 3 നിലകളിൽ അറിയപ്പെടുകയാണ്. പേര് തന്നെ 3 അറിയപ്പെടുകയാണ്. ഒന്ന് അദ്ദേഹത്തിൻ്റെ ജഡപ്രകാരമുള്ള പേര്. ഇതുപോലെ ദൂതനെ സംബന്ധിച്ചും ഓരോ ദൂതന്മാർക്കും ഓരോ പേരുകളുണ്ട്. ഇതിൻ്റെ നേതാവാണല്ലോ നമ്മൾ പഠിക്കുന്ന ലൂസിഫർ. അത് അവൻ്റെ വ്യക്തിപരമായ പേരാണ്. എന്നാൽ പൗലോസ് മനുഷ്യനെന്ന് നമ്മൾ പറയുന്നത് പോലെ ലൂസിഫർ ഒരു വംശമാണ്. അതായത് പിശാചാണ്. പിശാചെന്ന് പറഞ്ഞ ഒരാളല്ല, അതൊരു സമൂഹത്തിൻ്റെ പേരാണ്. 3-ാമത്തതാണ് അവൻ്റെ തൊഴിൽ അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിനെതിരാണ്, ദൈവത്തിൻ്റെ എതിരാളിയാണ്. എതിരാളി എന്നുള്ള വാക്കിന് എബ്രായ ഭാഷയിലുള്ള വാക്കാണ് സാത്താൻ. അതുകൊണ്ട് അവൻ സാത്താനായി തീർന്നു. ലൂസിഫർ പിശാചാണ്, സാത്താനാണ്. ഇതുപോലെ മനുഷ്യരെ സംബന്ധിച്ചും അവർക്ക് പേരുണ്ട്, അവർക്ക് തൊഴിലുണ്ട്, അവരായിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. ഇങ്ങനെ മനുഷ്യ സമൂഹത്തിന് മനുഷ്യനെ മൃഗങ്ങളെക്കാൾ ശ്രേഷ്ഠനാക്കി തീർക്കുന്ന മനുഷ്യർക്ക് ഈ ലോകത്തിൽ മൃഗങ്ങളെക്കാൾ അധികമായിട്ടുള്ള ഒന്നാണ് ദേഹി. ഈ ദേഹി എന്ന് പറയുന്നത് അതിൻ്റെ ചരിത്രം ഈ ലോകത്തിൽ തുടങ്ങുന്നതല്ല. ഈ ലോകമുണ്ടാകുന്നതിന് മുമ്പേ മനുഷ്യൻ്റെ ദേഹിയുണ്ട്. ആ ദേഹിയുടെ ആരംഭം എവിടെയാണ്?
ഇതാണ് ഇന്ന് നമ്മൾ കർത്താവായ യേശുവിനോട് കൂടെ ചേർന്ന് നാം പഠിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനാകാൻ ആവശ്യമായിരുന്നു യേശു. പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ് യേശു. പാപമില്ലായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് സദൃശനായത്. സൂക്ഷ്മമായിട്ട് നമ്മെക്കുറിച്ച്, നമ്മുടെ ശരീരത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരം പഠിച്ചാൽ യേശുവിനെയും പഠിക്കാം. യേശുവിനെക്കുറിച്ച് പഠിച്ചാൽ നമ്മെക്കുറിച്ച് പഠിക്കാം. നമ്മെയും യേശുവിനെയും കുറിച്ച് പഠിച്ചാൽ ദൈവപുത്രനെക്കുറിച്ച് പഠിക്കാം. ദൈവപുത്രനെക്കുറിച്ച് പഠിച്ചാൽ ദൈവത്തെക്കുറിച്ച് പഠിക്കാം. ഇങ്ങനെ ദൈവിക രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുവാൻ ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നുവെന്ന് 1 യോഹന്നാൻ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18 വാക്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് പോലെ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനുഷ്യനെക്കുറിച്ച് ഗ്രഹിച്ചു. ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങളുള്ളവനാണ് മനുഷ്യൻ. അതിൽ ദേഹവും ആത്മാവും മറ്റ് മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കുമെല്ലാം ഉണ്ട്. എന്നാൽ മറ്റ് മൃഗങ്ങൾക്കില്ലാത്തതും മനുഷ്യർക്ക് മാത്രമുള്ളതുമായ ഒന്നാണ് ദേഹി. മനുഷ്യൻ ജനിക്കുമ്പോഴേ തന്നെ ആ ഭാഗമുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ ജനിക്കുമ്പോൾ, ലോകത്തിലേക്ക് പിറക്കുമ്പോൾ അവന് ദേഹവും ദേഹിയും ആത്മാവും എന്ന് പറയുന്ന 3 ഘടകങ്ങൾ ഉണ്ട്. എന്നാൽ ലോകത്തിൽ വന്ന് അവൻ ജീവിക്കാൻ തുടങ്ങുന്നതോടുകൂടി മൃഗങ്ങളെക്കാൾ പ്രത്യേകമായി അധികമായിട്ടുള്ള അവൻ്റെ ദേഹിയിലേക്ക് പഞ്ചേന്ദ്രിയങ്ങൾ വഴി ജ്ഞാനം പ്രവേശിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ വഴി ജ്ഞാനം പ്രവേശിക്കുന്നു. അത് ജ്ഞാനം 2 വശമുണ്ട്, 2 വിധമുണ്ട്. ഒന്ന് ലോകത്തിൻ്റെ ജ്ഞാനവും ഒന്ന് ദൈവത്തിൻ്റെ ജ്ഞാനവും. ദൈവത്തിൻ്റെ ജ്ഞാനം പ്രവേശിക്കുന്നത് ദൈവത്തിൻ്റെ വചന മുഖാന്തരവും, ലോകത്തിൻ്റെ ജ്ഞാനം പ്രവേശിക്കുന്നത് ലോകത്തിൻ്റെ വചനം മുഖാന്തരവുമാകുന്നു. അങ്ങനെ പ്രവേശിച്ച വചനം വിശ്വസിക്കുന്നവൻ ആ വിശ്വാസമനുസരിച്ച് തൻ്റെ ഹൃദയത്തിൽ വിശ്വാസമായി തീർന്ന വചനം അവനിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന വചനം അവൻ അനുസരിക്കുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് മനസ്സ്. അപ്പോൾ ജനനത്തിങ്കൽ ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന 3 ഘടകങ്ങൾ കൂടാതെ അവൻ പ്രാപിക്കുന്ന ജ്ഞാനത്താലും വചനത്താലും അതിൻ്റെ അനുസരണത്താലും അവനിൽ മനസ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം വളർന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്താൽ ഉളവാകുന്ന അനുസരണം ക്രിസ്തുവിൻ്റെ മനസ്സിനെ മനുഷ്യൻ്റെ ഉള്ളിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അത് ദേഹിയിൽ വളരുന്നതാണ്. എന്നാൽ ലോകത്തിൻ്റെ ജ്ഞാനവും വചനവും ഹൃദയത്തിൽ പ്രവേശിച്ച് അനുസരണമായി തീർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ ദുർമനസ് എന്നത് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും വാർദ്ധക്യം വരെയും അല്ലെങ്കിൽ മരണം വരെയും വളർച്ച പ്രാപിച്ച് മരണത്തിൽ ശരീരം വിട്ടു മാറുമ്പോൾ ശരീരം പൊടിയിലേക്ക് ചേരുന്നു. ആത്മാവ് നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. തങ്ങൾ ചെയ്തത് എന്തെന്ന് ഈ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തിക്ക് അനുസരണമായി പ്രതിഫലവും പ്രതികാരവും പ്രാപിക്കാൻ ഇതിൽ വസിച്ചിരുന്ന ദേഹി പുറത്തേക്കിറങ്ങും. അങ്ങനെ പുറത്തേക്കിറങ്ങിയ ദേഹി ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ചെല്ലുമ്പോൾ അവിടെ പരിശോധിക്കുന്നത് മനസ്സിനെയാണ്. മനസ്സിനെ പരിശോധിക്കുമ്പോൾ മനസ്സ് ലോകത്തിൻ്റെ വചനം കൊണ്ടും ജ്ഞാനം കൊണ്ടും ഉണ്ടാക്കിയതാണെന്നെങ്കിൽ ആ മനസ്സ്, ആ ദേഹി ഇരുട്ടായി നിൽക്കുന്നു. ദൈവത്തിൻ്റെ വചനത്താൽ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ജ്ഞാനത്താൽ, അതിൻ്റെ അനുസരണത്താൽ വളർന്ന മനസ്സാകുന്നുവെങ്കിൽ അത് വെളിച്ചമായി നിൽക്കുന്നു. ഇങ്ങനെ മാനവരാശിയെ 2ആയിട്ട് അവിടെ വിഭാഗിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനുഷ്യനെക്കുറിച്ച് മനസ്സിലാക്കിയതാണ്. എന്നാൽ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. എന്താണ്? ഇതുപോലെ തന്നെ ഒരു മനുഷ്യനായിരുന്നു യേശു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. യേശു എന്ന മനുഷ്യനും മറിയ എന്ന കന്യകയിൽ ജനിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് പോലെ മറ്റു മനുഷ്യരെ പോലെ ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന 3 ഘടകങ്ങളുമായിട്ടാണ് ലോകത്തിൽ ജനിക്കുവാനിടയായി തീർന്നത്. അങ്ങനെ ജനിച്ച യേശു ലോകത്തിൽ തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം, പിതാവ് കൽപ്പിച്ചതും പിതാവ് നിർദ്ദേശിച്ചതും പിതാവ് കാണിച്ചു കൊടുത്തതും പിതാവ് ഉപദേശിച്ചതും അനുസരിച്ച് അത് സ്വീകരിച്ച് അതിനെ പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് ക്രിസ്തുവും വളർന്നു. ലോകത്തിൽ ജീവിക്കുമ്പോഴൊക്കെയും അവൻ്റെ ഉള്ളിലും മനസ്സ് വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെ 33.5 വയസ്സായപ്പോഴേക്കും, ശുശ്രൂഷ തികയുന്ന കാലമായപ്പോഴേക്കും
അവൻ്റെ പ്രവൃത്തി തികഞ്ഞപ്പോഴേക്കും അവന് മറിയെന്ന കന്യകയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന 3 ഘടകങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, ശുശ്രൂഷ തികച്ചപ്പോൾ ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന 3 ഘടകത്തെ കൂടാതെ മനസ്സ് എന്ന് പറയുന്ന ഒരു ഭാഗവും കൂടി ഉണ്ടായിരുന്നു. ആ മനസ്സ് നോക്കിയാൽ അറിയാം, അത് വെളിച്ചമാണ്. അതിൻ്റെ കാരണം അത് ദൈവജ്ഞാനത്താൽ ഉണ്ടാക്കിയതാണ്. ദൈവജ്ഞാനത്തിൻ്റെ അനുസരണത്താൽ രൂപാന്തരപ്പെട്ടതാണ്. ദൈവജ്ഞാനം പ്രാപിച്ചത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ്. ദൈവത്തിൻ്റെ വചനം ഒരാൾക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്. ഇങ്ങനെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അറിയിച്ചു കൊടുത്ത വചനത്തെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് വിശ്വസിച്ച് അനുസരിച്ച് താൻ വെളിച്ചമായി തീർന്നു. അങ്ങനെ അവനിവിടെ നിന്ന് പോയി മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവങ്കിലേക്ക് പ്രവേശിച്ചുവെന്ന് നാം പഠിക്കുകയാണ്. അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ പിന്നീട് മറ്റൊരു ഭാഗമായിട്ട് നാം ചിന്തിക്കുകയാണ്. എന്നാൽ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. സാധാരണ ഒരു മനുഷ്യനെ പോലെ തന്നെ യേശുവും ലോകത്തിൽ ജീവിച്ച് അമാനുഷികതയൊന്നും അവൻ കാണിക്കാതെ, അവൻ അത്ഭുത പ്രവൃത്തികൾ അടയാളങ്ങളൊക്കെയും ചെയ്തു എങ്കിലും ഈ അതീന്ദ്രിയ പ്രവൃത്തികളൊന്നും, ഈ അതിശയ ശക്തികളൊന്നും അവൻ്റെ സഹനത്തിൽ ഏർപ്പെട്ടിരുന്നില്ല എന്ന് നമ്മളിന്ന് പഠിക്കുന്നില്ല എങ്കിൽ ആ കാൽവരിയിലെ യാഗത്തെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ടൊന്നും അറിയാൻ സാധിക്കുകയില്ല. അതായത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവൻ, മരിച്ചവരെ ഉയർപ്പിച്ചവൻ, അങ്ങനെ കർത്താവ് ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ ഓരോന്നായി എഴുതിയാൽ ആ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിലൊക്കെയും ഒതുങ്ങുകയില്ല എന്നുള്ളതാണ് ഒരപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അത്ര അധികം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തവനാണ് യേശു. ഈ അത്ഭുത ശക്തികൾ മുഴുവനും തന്നെ അടിക്കുന്നവർക്ക് കവിൾ കാണിക്കുമ്പോഴും, തൻ്റെ മുഖത്തെ രോമം പറിക്കുമ്പോൾ നിന്നുകൊടുത്തപ്പോഴും, താൻ കുരിശ് ചുമന്നപ്പോൾ തൻ്റെ ക്ഷീണത്തെ മാറ്റുവാനും മുമ്പ് പറഞ്ഞ ആ ശക്തി ഉണ്ടായിരുന്നുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നാം അങ്ങനെ പഠിക്കുന്നുവെങ്കിൽ നാം എഴുന്നേറ്റിപ്പോയി. ഒരിക്കലും ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ശക്തിയോ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ശക്തിയോ, വെള്ളത്തിൽ മീതെ നടന്ന അവൻ്റെ ശക്തിയോ, ഈ കാര്യങ്ങളൊന്നും അവൻ്റെ സഹനത്തിലുണ്ടായിരുന്നില്ല. അതായത് പൂർണ്ണ സുബോധത്തിൽ, നിഷ്കളങ്കതയിൽ അവൻ ഈ സകല കാര്യങ്ങളും ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ, അങ്ങനെ പഠിക്കുമ്പോൾ മാത്രമേ അവൻ അനുഭവിച്ച വേദനയും അവൻ അനുഭവിച്ച ഭാരങ്ങളും എത്ര വലുതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലായെങ്കിൽ ചോദ്യം വേറെ വഴിക്ക് തിരിയും. യൂദാ ചോദിച്ചതുപോലെ ആയിത്തീരും, യൂദാ ചിന്തിച്ചതുപോലെ ആയിത്തീരും. അവിടെ കൂടെ ക്രൂശിച്ച കള്ളന്മാർ അതിലൊരാൾ സംസാരിച്ച പോലെ ആയിത്തീരും. അവനെ വിരൽ ചൂണ്ടി അവൻ കഷ്ടത അനുഭവിക്കുന്നത് കൊണ്ട് തലകുലിക്കുക അനേകം പേരെ പോലെ ആയിത്തീരും. അവൻ ദൈവത്തിൻ്റെ പുത്രനല്ലയോ? അവൻ ദൈവത്തിൻ്റെ പുത്രനല്ലേ? ഇപ്പോൾ അവനെ വിടുവിക്കാൻ അവന് കഴിയുമല്ലോ. ഇത്രയും അത്ഭുതങ്ങൾ ചെയ്തവന്, മരിച്ചവരെ ഉയർപ്പിച്ചവന് ഇന്ന് ക്രൂശിൽ നിന്ന് തന്നെത്താൻ വിടുവിക്കാൻ കഴിയുന്നില്ലയോ എന്ന് ആക്ഷേപിക്കാനിടയായിത്തീരും. ഇങ്ങനെ ഒരു ചോദ്യം വിശ്വാസ സമൂഹത്തിൽ ഇന്നും അലയടിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സഭയിലും അതിൻ്റെ ശബ്ദമുണ്ട്. അനേക സാധുക്കളായ വിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നത് അവൻ ഈ സഹിച്ചത് മുഴുവനും തൻ്റെ അമാനുഷികമായ ശക്തി അല്ലെങ്കിൽ തൻ്റെ ദൈവത്വം അതിൽ വന്നുവെന്നാണ്. അതിന് ചില പഠനങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. അവനെ സംബന്ധിച്ചും അവൻ്റെ ശക്തിയെ സംബന്ധിച്ചും നമ്മൾ പ്രകാരം കേട്ടിട്ടുണ്ട്. അവൻ ദൈവം എന്നുള്ള നിലയിൽ വെള്ളത്തിൻ്റെ മീതെ നടന്നു. മനുഷ്യൻ എന്നുള്ള നിലയിൽ അവന് വിശന്നു. അവൻ ദൈവം എന്നുള്ള നിലയിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ സൗഖ്യമാക്കി. അവൻ മനുഷ്യൻ എന്നുള്ള നിലയിൽ കുരിശ് ചുമപ്പാൻ സാധിക്കാതെ തളർന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? മരിച്ചവരെ ഉയർപ്പിച്ച എലീശ പ്രവാചകൻ ദൈവം എന്നുള്ള നിലയിലാണോ അത് ചെയ്തത്? മരിച്ചവരെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയ ഏലിയാവ് ദൈവം എന്നുള്ള നിലയിലാണോ ചെയ്തത്? ചെയ്തത് ദൈവമാണ്, അവൻ ദൈവമല്ല. അവൻ ദൈവം എന്നുള്ള നിലയിൽ അത് ചെയ്തിട്ടില്ല.
ഇവിടെ വചനത്തിൽ നമ്മൾ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ ഗ്രഹിക്കുന്നത് അതാണ്. ക്രിസ്തുയേശു ഈ ചെയ്തിട്ടുള്ളതും ഈ പ്രവർത്തിച്ചിട്ടുള്ളതുമായ സകല അത്ഭുതങ്ങളും അവൻ ദൈവം എന്നുള്ള നിലയിലല്ല, ആ നിലയിൽ അവൻ ചെയ്തിട്ടില്ല. അവൻ ദൈവപുത്രൻ എന്നുള്ള നിലയിൽ മാത്രമാണ് ഇതൊക്കെയും ചെയ്തിട്ടുള്ളത്. ദൈവം അവനോട് കൂടി ഇരുന്ന് ഈ പ്രവൃത്തി ചെയ്തു എന്ന് വചനമുണ്ട്. ദൈവം അവനോട് കൂടി ഇരുന്ന് ഈ അത്ഭുത പ്രവൃത്തികളെല്ലാം ചെയ്തു എന്ന് വചനമുണ്ട്. എന്നാൽ അവൻ ദൈവം എന്നുള്ള നിലയിൽ ഇത് ചെയ്തു എന്ന് നമുക്ക് വചനമില്ല, അത് തെളിയിക്കാൻ സാധിക്കുകയുമില്ല. അവിടെ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, അങ്ങനെ പഠിച്ചാൽ അവൻ അനുഭവിച്ചിട്ടുള്ള വേദനകളും അവൻ ചുമന്നിട്ടുള്ള ഭാരങ്ങളും അവനല്ല ചുമന്നത്, ദൈവമാണ് ചുമന്നതെന്ന് വരും. ദൈവത്തിന് എല്ലാ കാര്യവും സാധ്യമാണ് താനും. അങ്ങനെ അവൻ്റെ നിഷ്കളങ്കതയ്ക്ക് അർത്ഥമില്ലാതെ വരും. അതൊരിക്കലും ഇല്ല. ആ നിഷ്കളങ്കനായ മനുഷ്യൻ അനുഭവിച്ചിട്ടുള്ള വേദനകളും ചുമന്നിട്ടുള്ള ഭാരങ്ങളും അവൻ മരണഭയത്തിലായിപ്പോയതും മരണവേദനയിലായിപ്പോയതും അവനെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും ധൈര്യപ്പെടുത്തുവാനും സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ വന്നതും ഇതൊക്കെയും അഭിനയമല്ല. ഈ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ നമ്മൾ അടിക്കുമ്പോൾ, നമ്മൾ സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ പഠിക്കുന്നത്, അവർ എന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല. ഒരു മനുഷ്യനെ അടിക്കുമ്പോൾ ആ മനുഷ്യൻ നോക്കാത്തത് എന്തുകൊണ്ടാണ്? രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യനെ അവനെ ഉപദ്രവിക്കുമ്പോൾ അവന് വേദന വരാതിരിക്കുന്നത്. ഒന്ന്, അവൻ മദ്യപിച്ചിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തത്, അവന് സുബോധമില്ലാതിരിക്കണം. ഇത് രണ്ടുമില്ല എങ്കിൽ അവൻ മദ്യപിച്ചിട്ടില്ല എങ്കിൽ, അവന് സുബോധം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ അവൻ്റെ വേദന എന്ന് പറയുന്നത് ഏറ്റവും ഭയങ്കരമായിരിക്കും. അന്ന് ക്രൂശിക്കപ്പെടുന്നവർ അവരാ കാര്യങ്ങളെ സഹിക്കാൻ, ആ വേദനയെയും ആ സമയത്തുള്ള അവരുടെ മരണോപ്രാളത്തെയും സഹിക്കാൻ അവർക്ക് പണ്ട് കാലത്ത് കണ്ടിവെണ്ണ കലക്കിയ വീഞ്ഞ് കൊടുക്കുക പതിവുണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വീഞ്ഞ് കുടിച്ചാൽ അവരുടെ സുബോധം അറ്റുപോവുകയും അവരുടെ നേർബോധം കുറഞ്ഞു പോവുകയും സഹിക്കുന്ന വേദനയ്ക്ക് അയവ് വരികയും ചെയ്യും. എന്നാൽ ആ പാനീയം യേശു കുടിച്ചില്ല, അതവന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ ആ മനുഷ്യൻ്റെ നിഷ്കളങ്കതയെക്കുറിച്ച് പഠിക്കുന്നത് തന്നെ ഒരു പാഠമാണ്, ഒരു അനുഭവമാണ്. എന്തെന്നാൽ നമ്മെ സംബന്ധിച്ച് പറഞ്ഞാൽ, ലോകത്തിൽ ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ, ആ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന എല്ലാ കഷ്ടങ്ങളും വേദനകളും അവന് അനുഭവിക്കാൻ കഴിയുന്നു. എന്തുകൊണ്ട് അവൻ അനുഭവിക്കാൻ കഴിയുന്നു? യേശു അനുഭവിച്ചതുപോലെ അവനും കഷ്ടം അനുഭവിപ്പാൻ സാധിക്കുന്നു എന്ന് പലപ്പോഴും ചിന്തിക്കും. എന്നാൽ അങ്ങനെയല്ല. അവന് സഭാപ്രസംഗ പുസ്തകം പറയുന്നത് മനുഷ്യരുടെ ഉള്ളിൽ ആയുഷ്കാലത്തൊക്കെയും ഭ്രാന്തുണ്ട്. ഒരു മനുഷ്യനും അവൻ പൂർണ്ണമായി സുബോധത്തിലല്ല. കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ കർത്താവ് കൊടുക്കുന്നതാണ് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആരംഭം. ഈ സമയം മുതലേ അവന് സുബോധത്തിൻ്റെ ആരംഭമുള്ളൂ. ക്രിസ്തുയേശുവിനെ അറിയാതെ നടക്കുന്ന ഒരു മനുഷ്യന് സുബോധമില്ല. അതുകൊണ്ട് തന്നെ അവൻ അനുഭവിക്കുന്ന വേദന അവനല്ല അനുഭവിക്കുന്നത്. രണ്ടാമത്തത്, മദ്യപിക്കുന്നവർ. മദ്യപാനം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഭൗതിക മദ്യപാനം. മദ്യപിക്കുന്നവരെക്കുറിച്ചാണ്, ഭൗതിക മദ്യപാനത്തെക്കുറിച്ചാണ് സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതിലെഴുതിയിരിക്കുന്നത് പ്രകാരമാണ് അവർ എന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല. കാരണം മദ്യപിച്ച് സുബോധം പോയൊരു മനുഷ്യനെ എല്ലാവരും കൂടി തല്ലി, അവനും അറിഞ്ഞില്ല. അവന് അത് സഹിക്കാനുള്ള കൃപ കിട്ടി, അവനത് സഹിക്കാനുള്ള ശക്തി ഉണ്ടായി. എന്തുകൊണ്ട് അവന് അതിനുള്ള ശക്തി ഉണ്ടായി? അവൻ്റെ സുബോധമില്ല. കാരണം അവൻ്റെ ജീവിതത്തിൽ അവൻ മദ്യപിച്ചതോടുകൂടി അവനിൽ നിന്ന് സുബോധം മറ്റുപോയി. അവന് ശരിയായ ബോധമില്ല. അവൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന ദണ്ഡനങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ആ കണക്ഷൻ വിട്ടുപോയി. അതാണ് മദ്യപാനത്തിൻ്റെ വിഷയം. അത് ഭൗതിക മദ്യപാനം.
ഇനി ആത്മീക മദ്യപാനമുണ്ട്. ആത്മീക മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യാത്മാവ് ബാധിച്ചതാണ്. അന്യാത്മാവ് ബാധിച്ചാലുള്ള പ്രശ്നം, ഒരുവൻ അന്യാത്മാവ് ബാധിച്ച് അവനെ ഏത് തൊടലിട്ട് പൂട്ടിയാലും ആ തൊടൽ ഉരുമി ഒടിക്കുന്നു, കലറുകളിലേക്ക് ഓടുന്നു, സ്വയം ചതയ്ക്കുന്നു. വേദന അവൻ അറിയുന്നില്ല. അവൻ്റെ ശരീരവും മനസ്സുമായിട്ടുള്ള ബന്ധം അറ്റുപോയിരിക്കുന്നു. അപ്പോൾ മദ്യപാനം തന്നെ രണ്ടു വിധമുണ്ട്. ആത്മീക മദ്യപാനം, അന്യാത്മാവ് ബാധിക്കുന്നതിനെയാണ് ആത്മീക മദ്യപാനം എന്ന് പറയുന്നത്. ആത്മീക മദ്യപാനത്തെക്കുറിച്ചാണ് കർത്താവ് അന്ത്യകാലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അന്ത്യകാലത്ത് നിങ്ങൾ വല്ല ആത്മാവിനാലും ഇളകിപ്പോകരുത്. അന്ത്യകാലത്ത് വരുന്ന ഒരാത്മാവാണ് വല്ല ആത്മാവ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള പരിശുദ്ധാത്മാവ് ദൈവത്തെ കാത്തിരിക്കാനുള്ളതാണ്. അത് വിട്ടതിന് ശേഷം ഇതാ അവൻ അവിടെയെന്നോ യേശു വന്നുവെന്നോ കർത്താവ് വന്നു കഴിഞ്ഞുവെന്നോ പലതരത്തിലുള്ള പല ദൂതുകളും പല പ്രസംഗങ്ങളും കേട്ട് മനുഷ്യനെ അന്യാത്മാവ് ബാധിക്കുക, അത് ആത്മീക മദ്യപാനമാണ്. അതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഗ്രഹിക്കണം. അതാ അപ്പോസ്തലനായ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ആത്മാവ് എവിടെയെന്നുള്ളത് എങ്ങനെയുള്ളതെന്ന് നിങ്ങൾ സൂക്ഷ്മമായിട്ട് പഠിച്ചുകൊള്ളണം. ദൈവത്തിൽ നിന്നുള്ളത് തന്നെയോ ഇന്ന് ഞാൻ സ്വീകരിക്കുന്ന ആത്മാവെന്ന് നമ്മൾ ഗ്രഹിച്ചുകൊള്ളണം. എൻ്റെ മറ്റൊരു വാക്കി പറഞ്ഞാൽ ഇപ്പോൾ പഠിച്ചവരും പറയുകയാണെങ്കിൽ ആത്മീക മദ്യപാനം ഈ ലോകത്തിൽ മുഴുവനും നടന്നുകൊണ്ടിരിക്കുക. ഭൗതികതയിൽ മദ്യപാനം ഉള്ളതുപോലെ തന്നെ ആത്മീയതയിലും മദ്യപാനമുണ്ട്. ആത്മീയതയിലുള്ള മദ്യപാനമാണ് വല്ല ക്രിസ്തുവിനെയും പ്രസംഗിക്കുക, മറ്റൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുക, മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുക, പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പ്രസംഗിക്കുക. ഇങ്ങനെ ആത്മീക മണ്ഡലത്തിൽ, ഭൗതിക മണ്ഡലത്തിൽ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെവിടെയും മദ്യഷാപ്പുകളാണ്. ജനത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകമായി അത് തീർന്നിരിക്കുക. അതുപോലെ തന്നെ ഭൗതികതയിലും ആത്മീയതയിലും മദ്യപാനമുണ്ട്. അതാണ് അന്യാത്മാവ്. അത് സാത്താൻ ചെയ്തിരിക്കുന്നതാണ്. കാരണം അവരുടെ പരമാർത്ഥ മനസ്സും അവരും തമ്മിലുള്ള ബന്ധം അറ്റുപോകണം. അതിനു വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അതിനുവേണ്ടി ലോകം മുഴുവനും ഇത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യൻ നോക്കി നിന്ന് ഞാൻ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് ദൈവത്തിൽ നിന്ന് തന്നെയോ എന്നുള്ളത് ഉറപ്പ് പ്രാപിച്ചിട്ട് വേണം അത് പ്രാപിക്കാൻ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, ഒരു മനുഷ്യൻ ഭൗതികമായ മദ്യപാനം അവൻ്റെ സുബോധത്തെ കെടുത്തിക്കളയും, ആത്മീക മദ്യപാനം അവൻ്റെ സുബോധത്തെ കെടുത്തിക്കളയും. കർത്താവിന്റെ സ്തോത്രം. അതുപോലെ തന്നെ ഭ്രാന്തന്മാർക്ക് സുബോധം അറ്റുപോകും. ലോകത്തിൽ ഈ 3 വകക്കാരെ സൃഷ്ടിക്കാനായി ശത്രു ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് നമുക്ക് കാണുന്നത്. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ നമ്മൾ പഠിക്കുന്നത്, ദൈവം വിരോധികൾക്ക് സത്യത്തിൻ്റെ പരിജ്ഞാനം നൽകുമോ എന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതാകുന്നു. കാരണം അവർ സാത്താൻ്റെ കണിയിൽ അകപ്പെട്ട് സുബോധം അറ്റുപോയവരാണ്. വിശ്വാസം വന്നു കഴിഞ്ഞാൽ സാത്താൻ്റെ കണിയിൽപ്പെട്ടാൽ അവർ ഏത് പാപത്തെ വിട്ടിട്ട് പോന്നുവോ ആ പാപത്തിൽ വീണ്ടും കണിയിൽപ്പെട്ട് അകപ്പെട്ട് അതിലേക്ക് വീണുപോയാൽ, അങ്ങനെ വീണുപോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം പിന്നീടുള്ളത് അവർ പിന്നെ സഭയ്ക്ക് വിരോധികളാണ്. കാരണം സുബോധം അറ്റുപോയി. അവരിൽ നിന്ന് സുബോധത്തിൻ്റെ ആത്മാവ് പോയി. അവരെ ഭ്രാന്തന്മാരെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഭ്രാന്തന്മാരെ സൃഷ്ടിക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. അപ്പോൾ ഭൗതികമായ മദ്യപാനം, ആത്മികമായ മദ്യപാനം, ഭ്രാന്ത്, ഈ 3 കാര്യങ്ങൾ മുഖ്യമായിട്ട് മനുഷ്യനിൽ കൊണ്ടുവന്ന് അവനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ, അവനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഇല്ലാതാക്കി കളയുവാൻ ശത്രു ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിങ്കൽ നമ്മൾ ശ്രദ്ധയോടെ ഇരുന്ന് സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് വചനത്തിലുള്ളതുപോലെ സാത്താൻ്റെ എല്ലാ തന്ത്രങ്ങളെയും അതിജീവിക്കാൻ തക്കവണ്ണം ഉണർന്നും സുബോധവുമായിരിക്കാൻ കർത്താവ് നമ്മോട് ബുദ്ധി പറയുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാം എവിടെയായിരിക്കുന്നു? ഒന്നുകിൽ ഭൗതിക മദ്യപാനം, അല്ലെങ്കിൽ ആത്മിക മദ്യപാനം, അല്ലെങ്കിൽ ഭ്രാന്ത്, സുബോധമില്ലാത്ത അവസ്ഥ. ഇങ്ങനെ ലോകജാതികൾ മുഴുവനും ഇങ്ങനെയായിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവൻ കഷ്ടത അനുഭവിക്കുമ്പോൾ
തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചവനാണ്. ഇത്രയും കഷ്ടതയെല്ലാം അനുഭവിച്ചിട്ടും അവനെ അത് ബാധിക്കുന്നില്ല. ഒരിക്കൽ ഒരു സ്ഥലത്ത് സുവിശേഷം അറിയിച്ചു തന്നപ്പോൾ ആ സുവിശേഷം കേട്ട വ്യക്തി എന്നോട് പറഞ്ഞതാണ്, കർത്താവായ യേശു കാൽവരിയിൽ അനുഭവിച്ച ആ വേദനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് ഒരു യൗവനക്കാരനാണ്. ബൈക്കിൽ യാത്ര ചെയ്ത് 3 പ്രാവശ്യം ആക്സിഡൻ്റ് ഉണ്ടായി കാലൊടിഞ്ഞതാണ്, മജ്ജ പുറത്ത് വന്നതാണ്, അങ്ങനെ എന്തൊക്കെയോ വിഷയങ്ങൾ വന്നതാണ്. ആ മനുഷ്യൻ എൻ്റെ നേരെ നോക്കി ധൈര്യത്തോട് പറഞ്ഞ്, കഴിയും, യേശു അനുഭവിച്ച വേദന ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയും, കാരണം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയാണ്ട്. ആ മനുഷ്യൻ അനുഭവിച്ച അതിവേദനയെന്നാണ് അത് പറയുന്നത്. എന്നാൽ യേശു അനുഭവിച്ച വേദനയോട് താരതമ്യപ്പെടുത്താൻ അതെന്തുമാത്രമേ ഉള്ളൂ? അത് അറിവുള്ളവർക്ക്, അതിനെക്കുറിച്ച് ഗ്രഹിക്കുന്നവർക്ക് മാത്രമേ അത് ഗ്രഹിക്കാൻ കഴിയൂ. കാരണം ആ മനുഷ്യന് പറയാം എങ്ങനെ. ആ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനപ്രകാരം ക്രിസ്തുവിനെ പ്രാപിച്ച് ക്രിസ്തുവേശു എന്ന തലയോളം വളർച്ച പ്രാപിച്ചവനാണെങ്കിൽ, ഭ്രാന്ത് മാറിയവനാണെങ്കിൽ, ആത്മിക മദ്യപാനമില്ലാത്തവനാണെങ്കിൽ, ഭൗതിക മദ്യപാനമില്ലാത്തവനാണെങ്കിൽ, യാതൊരു തരത്തിലുള്ള ലഹരിയും യാതൊരു തരത്തിലുള്ള ഔഷധവും തൻ്റെ ജീവിതത്തിൽ കൃത്രിമമായിട്ട് പ്രാപിച്ചിട്ടുള്ളവൻ അല്ല എങ്കിൽ ആ മനുഷ്യന് ഏറെക്കുറെ പറയാൻ കഴിയും ഇതായിരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യന് നിലനിൽക്കാൻ സാധിക്കുകയുമില്ല. കാരണം ഏത് മനുഷ്യനും സഹിക്കാവുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ ക്രിസ്തുയേശുവിൻ്റെ ജീവിതം അങ്ങനെയായിരുന്നില്ല. സുബോധത്തിൻ്റെ പൂർണ്ണതയുള്ളവൻ, ഭ്രാന്തില്ലാത്തവൻ, ആത്മീകമായ മദ്യപാനമില്ലാത്തവൻ, ഭൗതികമായ മദ്യപാനമില്ലാത്തവൻ, സുബോധത്തിൻ്റെ പൂർണ്ണൻ, നിഷ്കളങ്കൻ. അവൻ ഒരു ഭ്രാന്തനെ നമ്മൾ 100 അടിച്ചോ അവന് ഒരു കാര്യവും അവനതിൽ ഗണ്യമാക്കുകയില്ല. കാരണം അത് അവൻ അനുഭവിക്കുന്നില്ല, അവനിലേക്ക് എഴുതുന്നില്ല. എന്നാൽ നിഷ്കളങ്കനായ ഒരു കുഞ്ഞിനെ നമ്മളൊരു ഏറ്റവും ചെറിയ ഒരു ഇറുക്കിലി കൊണ്ട് ഒരടി അടിക്കാം, ആ കൊച്ചു സഹിക്കാൻ വയ്യാതെ നിലവിളിക്കും. കാരണം അതിൻ്റെ ശരീരം അങ്ങനെയുള്ളതാണ്, അതിൻ്റെ മനസ്സ് അങ്ങനെയുള്ളതാണ്. അത്രമാത്രം വേദന ആ കുഞ്ഞ് അനുഭവിച്ചു. മറ്റേതെന്ന് പറഞ്ഞാൽ ഭ്രാന്തനാണ്. എന്നാൽ ആ കുഞ്ഞിൽ പോലും കളങ്കമുണ്ട്. ലോകത്തിൻ്റെ വഴിപ്രകാരം കളങ്കം ആ കുഞ്ഞിലുമുണ്ട്. അതിനേക്കാൾ നിഷ്കളങ്കതയുള്ള, നമുക്കത് ചിന്തിക്കാൻ വിചാരിക്കാൻ സാധിക്കാത്ത ആ മനുഷ്യൻ്റെ ജീവിതം, ആരുടെ? ക്രിസ്തുയേശുവിൻ്റെ ജീവിതം. അവൻ്റെ നേരെ വരുന്ന ഒരു അരുതാത്ത വാക്ക് അവനെത്രമാത്രം വേദനിക്കുന്നു. അത് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ദൈവമേ, ഒരു നിമിഷം പോലും എനിക്കത് സഹിക്കാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ സഭയും അതുപോലെ ആയിത്തീരും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രതീക്ഷ. അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. അവൻ്റെ വരവിനെ ത്വരിതപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം സഭയ്ക്കാണ്. വേറെ ആര് വിചാരിച്ചാലും സാധിക്കുകയില്ല. എന്താണ് അതിൻ്റെ കാരണം? ഈ ലോകത്തിലെ അധർമ്മ പ്രവൃത്തികൾ കണ്ടും കേട്ടും അവരുടെ നീതിയുള്ള മനസ്സിൽ നൊന്ത്, ലോത്തിനെ പോലെ സോദോം ഗോമറയിൽ അനുദിനം നടക്കുന്ന പാപപ്രവൃത്തികളും അധർമ്മ പ്രവൃത്തികളും കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരെ ദുഷ്കാമ പ്രവൃത്തികളാൽ വലഞ്ഞുപോയ ലോത്ത് താൻ വീർപ്പുമുട്ടിയാണ് അവിടെ ജീവിക്കുന്നത്. തൻ്റെ ജീവൻ തനിക്ക് അസഹ്യമായിരിക്കുന്നു. ഇനി എന്തിന് ജീവിക്കണം? ഈ ലോകത്ത് ജീവിക്കുന്നതിൽ ഭേദം മരിക്കുന്നതാണ്. അവൻ അശേഷം മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നില്ല, ലോകത്ത് ജീവിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഒരു കൂട്ടം ലോകത്തിലുണ്ട്. അത് ദൈവസഭയാണ്. ആ ദൈവസഭ ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നതും ലോകത്തിൻ്റെ ദുഷ്ടപ്രവൃത്തികളിൽ വലഞ്ഞുപോയി രക്ഷയ്ക്കായി അവരുടെ ഹൃദയം പൊട്ടി നിലവിളിക്കുന്നതും സഹിക്കാൻ വയ്യാതെ അത് കണ്ടു ദിനം പ്രതി തൻ്റെ വരവിനെ നോക്കുന്ന, തൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരുവനുണ്ട്. അവനാണ് കർത്താവായ യേശു. കാരണം ലേഖനത്തിൽ പറയുന്ന പ്രകാരമാണ്, അവൻ്റെ വരവിങ്കൽ, അവൻ്റെ ന്യായവിധിങ്കൽ നിങ്ങൾക്ക് അവൻ്റെ പ്രാഗൽഭ്യം ഉണ്ടാകേണ്ടതിന് ഇത് എഴുതുന്നു. എന്താണ്? അവനിരിക്കുമ്പോൾ തന്നെ നിങ്ങളും ഈ ലോകത്തിലായിരിക്കും. അവനോട് കർത്താവിനോട് അവർക്ക് പറയാനുള്ളതാണ്, സഭയ്ക്ക് പറയാനുള്ളത് പ്രകാരം, കർത്താവേ, ഞാൻ ജാതിയായിട്ട് നടന്നവനാണ്. വേദനയെന്തെന്നോ കഷ്ടമെന്തെന്നോ ദോഷമെന്തെന്നോ ഭാരമെന്തെന്നോ ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. മുമ്പോട്ട് പോകും, എങ്ങോട്ട് പോകുന്നു എങ്ങോട്ടും അറിവില്ല. കാരണം സുബോധമില്ല, മദ്യപാനമാണ്. ആത്മീയ മദ്യപാനവും ഭൗതിക മദ്യപാനവുമായിട്ട് ഞാൻ നടന്നവനാണ്. ലോകത്തിൻ്റെതായ ഒരു പീഡകളും ശരീരത്തിൻ്റെതായ ഒരു വേദനകളും എനിക്ക് വിഷയമല്ലാതെ ഞാൻ നടന്നതാണ്.
എന്നാൽ എൻ്റെ കർത്താവ് എന്നെ വിളിച്ചതിന് ശേഷം കർത്താവിന് മനസ്സ് തന്നു. കർത്താവ് എനിക്ക് ദൈവത്തിൻ്റെ വചനത്തെ തന്നു. ക്രിസ്തുയേശു എന്ന വ്യക്തിത്വം ഉള്ളിൽ തന്നു. വളർച്ച പ്രാപിച്ചു. ക്രിസ്തുയേശുവിൻ്റെ മനസ്സിനെ ഉരുവാക്കി. ആ വളർച്ചയുടെ ഒരു ഘട്ടമെത്തിയപ്പോഴേക്കും ഈ ലോകത്തിലേക്ക് നോക്കി. ഈ ലോകത്തിൽ ആശ്വസിക്കാൻ പറ്റിയ കാഴ്ച എവിടെയെന്ന് നോക്കി. എവിടെയുമില്ല, ഒന്നുമില്ല. അങ്ങനെ നാൾതോറും ലോകത്തിൻ്റെ അധർമ്മ പ്രവൃത്തികൾ കണ്ടും കേട്ടും വേദനപ്പെട്ട് വലഞ്ഞു പോകുന്ന ഒരു കൂട്ടം ജനം ഇന്ന് ലോകത്തിൽ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വേദനയെങ്കിൽ, ഈ ലോകത്തോടുള്ള അവരുടെ പ്രതികരണത്തിങ്കൽ, രക്ഷയ്ക്കായി അവർക്കുള്ള കാംക്ഷ കൊണ്ട് വലഞ്ഞു പോകുന്ന അവരുടെ ജീവിതം കൊണ്ട് കർത്താവിൻ്റെ വരവ് ത്വരിതപ്പെടുത്തുന്നവനാണ് ദൈവം. ആ സമയം കർത്താവിൻ്റെ വചനം പറയുന്നത്, അവൻ വരുമ്പോൾ, ആ സഭയെ എടുക്കുമ്പോൾ അത് യുക്തവും ന്യായവുമെന്ന് ദൈവത്തിൻ്റെ നീതിയും എതിരാളിയായ സാത്താൻ പോലും സമ്മതിക്കത്തക്കവണ്ണമുള്ള ഒരു പ്രവർത്തനമായിരിക്കും അന്ന് കർത്താവിൻ്റെ വരവെങ്കിലുള്ളത്. അതാണ് ആ വളർച്ചയിലേക്കാണ് ദൈവത്തിൻ്റെ സഭ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്രയും പറഞ്ഞത് ക്രിസ്തുവിൻ്റെ നിഷ്കളങ്കതയെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഗ്രഹിക്കുന്നത്, ക്രിസ്തുയേശു ആ വളർച്ച പ്രാപിച്ച് ദൈവത്തിൻ്റെ മുമ്പാകെ നീതിമാനായി തീർന്നു. അവൻ സ്വർഗീയ മണ്ഡലങ്ങളിലേക്ക് എടുക്കപ്പെട്ടു. എന്നാൽ ഇവിടെ നിന്ന് നമ്മൾ ഗ്രഹിച്ചത് എന്താണ്? നമ്മൾ കഴിഞ്ഞ ഈ വീഡിയോയ്ക്ക് മുൻപുള്ള ഭാഗങ്ങളിൽ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നത് ഏകദൈവം എങ്ങനെ ഏകനായിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇവിടെ നമ്മൾ ചിന്തിച്ചു, നമ്മളെങ്ങനെ ഏകനായിരിക്കുന്നു എന്നുള്ളതിനെ ചിന്തിച്ചു. നമുക്ക് ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന 3 ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, പ്രവൃത്തിയിൽ ഐക്യമത്യപ്പെടുന്നു. അതുകൊണ്ട് ഈ ഘടകങ്ങൾ അത് 3 അല്ല, അത് 3 ഒന്നാണ്. അത് 3 ഒരുമിച്ചാണ്. തൻ്റെ ഇഷ്ടമാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ജ്ഞാനം. ആ ജ്ഞാനം നിവർത്തിക്കേണ്ടതിനാണ് തൻ്റെ ശരീരം പ്രവർത്തിച്ചത്. ശരീരം വേറെ, ജ്ഞാനം വേറെ, ദേഹി വേറെ എന്ന് പറയുന്ന 3 വ്യക്തിത്വം അതിനകത്തില്ല. പിന്നെയോ ഏക വ്യക്തിത്വമേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഒരു മനുഷ്യനായി യേശു ലോകത്തിൽ വന്നു. ആ യേശുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുന്നത്, യേശുവും ഏകനായിരുന്നു. എങ്ങനെ ഏകനായിരുന്നു? അവൻ ലോകത്തിലേക്ക് വന്നു. ലോകത്തിൽ വന്ന് അവൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്ത ദൈവജ്ഞാനം അവൻ സ്വീകരിച്ചു, വിശ്വസിച്ചു. അത് അവൻ്റെ ശരീരം കൊണ്ട് പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചതോടുകൂടി അവൻ കാൽവരിയിൽ തൻ്റെ ശുശ്രൂഷ തികച്ചു. അവൻ തന്നെത്താൻ നമ്മുടെ പാപങ്ങളെ ചുമന്നു. അങ്ങനെ അവൻ ഏകനെന്ന് ദൈവത്താൽ സാക്ഷ്യം പ്രാപിപ്പാൻ അവൻ സകല മാനവരാശിയുടെയും പരിഹാരകനെന്നും സകല നാമത്തിനും മേലായ നാമം ദൈവം അവന് നൽകി. ദൈവം അവനെ ഏറ്റവും ഉയർത്തുവാനും ഇടയായി തീർന്നു. ഇന്ന് ദൈവം അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു. നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു. ഒരു മനുഷ്യൻ ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങളോടുകൂടി ഈ ലോകത്തിൽ വരുന്നു എങ്കിലും അവൻ തൻ്റെ ദേഹിയിൽ സ്വീകരിക്കുന്ന ജ്ഞാനം അനുസരണമായി തീർന്ന് അവൻ പ്രവർത്തിക്കുമ്പോൾ അവൻ്റെ പ്രവൃത്തി ഏകൻ്റെ പ്രവൃത്തി എന്ന് തന്നെ നമ്മൾ കാണുന്നു. ഞാൻ പ്രവർത്തിക്കുന്ന പ്രവൃത്തിക്ക് മറ്റ് മനുഷ്യർ എനിക്ക് സഹായമോ മറ്റു മനുഷ്യർ എൻ്റെ കൂടെയോ ഇല്ല എങ്കിൽ ഞാൻ ഏകനായി അത് പ്രവർത്തിച്ചുവെന്ന് തന്നെ അത് പറയപ്പെടുന്നു. ഇതുപോലെ തന്നെ കർത്താവായ യേശുവും ഏകനായി തന്നെ പ്രവർത്തിച്ചു. മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ പഠിച്ചതുപോലെ ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന ആ 3 ഘടകങ്ങളുള്ളവനായി വന്നു. താൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ജ്ഞാനം, ആ ജ്ഞാനത്താൽ പ്രവൃത്തി തികച്ചു. ആ പ്രവൃത്തി തികച്ചതോടുകൂടി മനുഷ്യൻ എന്നുള്ള നിലയിൽ അവൻ ഏകനായി ആ പ്രവൃത്തികളെ ചെയ്തുവെന്ന്, മനുഷ്യൻ എന്നുള്ള നിലയിൽ ഏകനായി പ്രവൃത്തികളെ ചെയ്തുവെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഇതേപോലെ തന്നെ നാം കഴിഞ്ഞ വീഡിയോയിൽ ചിന്തിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മോട് ചിന്തിക്കാൻ തുടങ്ങിയത്.
ഇതുപോലെ തന്നെ ദൈവവും പ്രവർത്തിച്ചത് എങ്ങനെ എന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ ദൈവം ഏകൻ എന്നുള്ള സത്യത്തെ ആധാരമാക്കി നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിപ്പാടിയായി തന്നു. അതിനകത്ത് നമ്മൾ പഠിക്കുന്നത് ദൈവത്തിനും ഇതുപോലെ തന്നെ ഉള്ളം അല്ലെങ്കിൽ ദേഹി എന്ന് പറയുന്ന ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിനും ആത്മാവെന്ന് പറയുന്ന ഒന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദൈവത്തിനും ആത്മാവിനുള്ള ജീവൻ എന്ന് പറയുന്നത് നാം ഗ്രഹിച്ചിട്ടുണ്ട്. ദൈവത്തിനും താൻ ഹൃദയത്തിൽ ജ്ഞാനം ധരിച്ചുവെന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത്രയും ഘടകങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ ഉള്ളം അല്ലെങ്കിൽ ദേഹി. രണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ്. മൂന്നാമത്തത് ദൈവത്തിൻ്റെ ജ്ഞാനം. ഇവിടെ ഭൂമിയിലെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന മൂന്ന് ഘടകങ്ങൾ ഉള്ളതുപോലെ തന്നെ മൂന്ന് ഘടകങ്ങൾ ഏകസത്യ ദൈവത്തിലുമുണ്ട് എന്ന് നമ്മൾ ഏകസത്യ ദൈവത്തിനുണ്ടെന്ന് ദൈവത്തിന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതിന് വചനം പറയുന്നത് അതുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഉറപ്പ് പ്രാപിക്കണം. അതിന് പറയുന്ന പ്രകാരം എൻ്റെ ഉള്ളം അവനെ വെറുക്കുകയില്ല. ഒന്ന്, എൻ്റെ ദേഹി അവനെ വെറുക്കുകയില്ലെന്ന്, എൻ്റെ ഉള്ളം, എൻ്റെ സോൾ അവനെ വെറുക്കുകയില്ലെന്നാണ് ദൈവത്തിൻ്റെ. രണ്ടാമത് ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവ് സൈന്യത്താലല്ല ശക്തിയാലല്ല യഹോവയുടെ ആത്മാവിനത്രേ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. മൂന്നാമത്തത് ദൈവശക്തിയും ദൈവജ്ഞാനമായ ക്രിസ്തു. ഇത് മൂന്നും അവനുമുണ്ട്. മറ്റൊരു ഭാഗത്ത് പ്രവൃത്തിയാൽ ഉളവായി വരുന്നതാണ് മനസ്സ്. മനസ്സിനെക്കുറിച്ചും പറയുന്നുണ്ട്, അവർ ചെയ്തത് എൻ്റെ മനസ്സിൽ തോന്നിയതല്ല. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചും നമ്മളിന്ന് പഠിക്കുന്നത് ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന മൂന്ന് ഘടകങ്ങൾ ഉള്ള മനുഷ്യൻ ലോകത്തിൽ ജീവിച്ച് അതിനോടുകൂടി മനസ്സും സമ്പാദിച്ചു. അതുകൊണ്ട് ദേഹം, ദേഹി, ആത്മാവ്, മനസ്സെന്ന് പറയുന്ന നാല് ഘടകങ്ങൾ അവൻ്റെ ആയുഷ്കാലം പൂർത്തിയായപ്പോൾ അവനുണ്ടായി. അതുകൊണ്ട് അവൻ ഏകനല്ലാതായില്ല, ബഹുത്വമായില്ല, ഒന്നിലധികമായില്ല. ഇതുപോലെ തന്നെ ഏകദൈവം തൻ്റെ ഉള്ളം, തൻ്റെ ജ്ഞാനം, തൻ്റെ ആത്മാവ്, താൻ ആഗ്രഹിച്ചത് ജ്ഞാനമായി, താൻ നിരൂപിച്ചത് ജ്ഞാനമായി, നിരൂപിച്ചത് നിവർത്തിക്കാൻ ആത്മാവ് പ്രവർത്തിച്ചതോടുകൂടി ആ കാര്യം ലോകത്തിൽ വെളിപ്പെട്ടു. അതോടുകൂടി അവനിൽ നിന്ന് വളർച്ച പ്രാപിച്ച അവൻ്റെ ഒരു മനസ്സുണ്ട്. ആ മനസ്സ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാൻ കർത്താവ് വരുന്നത് ഞാനാകുന്നു. അഹം, ഉള്ളം, ഞാനാകുന്നു എന്നുള്ളവനാണ് ആ വന്നത്. മോശയോട് പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കുക, എൻ്റെ ജനത്തെ, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് നീ അവനോട് കൽപ്പിക്കണം. കർത്താവ് സാർ. രണ്ടാമത്തത്, തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈകൾ ചെല്ലുമാറാക്കി ചെങ്കടലിനെ വിഭാഗിച്ച് സമുദ്രത്തിൽ കൂടി, ആഴങ്ങളിൽ കൂടി അവരെ കടത്തിയവൻ എവിടെ? അവരുടെ ഉള്ളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? അവന് ഉള്ളമുണ്ടായിരുന്നു, അവൻ്റെ ആത്മാവുണ്ടായിരുന്നു. ജ്ഞാനത്താൽ ആകാശത്തെ വിരിച്ചവൻ. ഈ കാര്യങ്ങളെല്ലാം ദൈവം മിസ്രൈമിൽ നിന്ന് തൻ്റെ ജനത്തെ വിടുവിക്കാൻ വന്നപ്പോൾ മോശയുടെ പ്രകാരം പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം നീ അത്ഭുതങ്ങളും അടയാളങ്ങളോട് ചെയ്യണം. എൻ്റെ ജനത്തെ വിട്ടയക്കാൻ നീ ഫറവോനോട് കൽപ്പിക്കണം. എങ്കിലും ഭുജബലം കൊണ്ടല്ലാതെ, കരബലം കൊണ്ടല്ലാതെ, അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ അവൻ ജനത്തെ വിട്ടയക്കുകയില്ല എന്ന് ഞാൻ അറിയുന്നു. ജ്ഞാനമുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും അവിടെ വന്നിട്ടുണ്ട്. ആരൊക്കെ വന്നിട്ടുണ്ട്? ദൈവം വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ദേഹി, ദൈവത്തിൻ്റെ ഉള്ളം വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ജ്ഞാനവും വന്നിട്ടുണ്ട്. മൂന്നും പ്രവർത്തിക്കാൻ പോവുക. ഇത് മൂന്നും മിസ്രൈമിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്.
അവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് മിസ്രൈമിൽ ചെയ്ത 10 അത്ഭുതങ്ങളും അടയാളങ്ങളും ഫറവോനെ തകർത്തു. അവിടെ നിന്ന് തൻ്റെ ജനത്തെ പുറപ്പെടുവിച്ചു കഴിഞ്ഞപ്പോൾ ചെങ്കടൽ വിഭാഗിച്ച് ആ ചെങ്കടലിൽ ഉണങ്ങിയ സ്ഥലത്തുകൂടി ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലെത്തിച്ചു. അതിൽ കൂടി നടത്തി. ആര് നടത്തി? ദൈവം നടത്തിയോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തിയോ? ദൈവത്തിൻ്റെ ജ്ഞാനം നടത്തിയോ? ഏകൻ നടത്തിയോ? ത്രിയേകൻ നടത്തിയോ? കർത്താവിന് സ്തോത്രം. ഏകൻ നടത്തി. എങ്ങനെ നടത്തി? തൻ്റെ ജ്ഞാനത്താൽ നടത്തി. ജ്ഞാനത്താൽ പ്രവർത്തിച്ചതാര്? അവരുടെ ഉള്ളിൽ തൻ്റെ ആത്മാവിനെ കൊടുത്ത് പ്രവർത്തിച്ചവൻ. അവനാര്? അവനാണ് ഏക സത്യദൈവം. അങ്ങനെ ചെങ്കടലിൽ കടന്ന് മരുഭൂമിയിൽ കടന്നു. 40 വർഷം മരുഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ചു. 40 വർഷം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം എരീഹോവിന് സമീപമുള്ള യോർദാൻ കടന്നു. ഇസ്രായേൽ ജനം ഗിൽഗാലിൽ പാളയമിറങ്ങി. ആ ദേശത്തെ എരീഹോ കോട്ട തകർത്തു. ആ ദേശത്തെ അവകാശമാക്കി. പ്രവർത്തിച്ചതാര്? ഏകനോ അനേകനോ? പ്രവർത്തിച്ചതാരോ? ഒരിക്കൽ കൂടി നമ്മൾ ചിന്തിക്കാം. ഞാനാകുന്നവൻ പ്രവർത്തിച്ചു. എങ്ങനെ പ്രവർത്തിച്ചു? തൻ്റെ ജ്ഞാനത്താൽ പ്രവർത്തിച്ചു. പ്രവർത്തിച്ചതെങ്ങനെ? തൻ്റെ ആത്മാവിനാൽ. ഇതൊക്കെയും പ്രവർത്തിച്ചതാര്? ഏകദൈവം. അവൻ യോർദാൻ വിഭാഗിച്ച് കടത്തി. എന്നാൽ അവിടെ ഒരു ചോദ്യം വന്നു. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു ചോദ്യം ഉദിക്കുന്നു. ഒരു ചോദ്യം ആദ്യം നമ്മൾ ചിന്തിച്ചു. ഒരു മനുഷ്യൻ്റെ ജനനത്തിങ്കൽ ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന 3 ഘടകങ്ങൾ ഉണ്ടെന്നും ഈ 3 ഘടകങ്ങൾ ഈ ലോകത്തിൽ ഒരു ശരീരത്തിൽ ആയിരുന്നുവെന്നും ആ ഹൃദയത്തിലേക്ക് ജ്ഞാനം കടന്നു വന്ന് ആ ജ്ഞാനം വിശ്വസിച്ച് അനുസരിച്ചപ്പോൾ അവനിൽ മനസ്സ് ഉളവായെന്നും അവൻ്റെ ആയുഷ്കാലം തികഞ്ഞപ്പോൾ ആ മനസ്സ് വളർച്ചാപൂർത്തീകരണം പ്രാപിച്ചെന്നും അങ്ങനെ ഇവിടെ നിന്ന് പോയപ്പോൾ ഇവിടുത്തെ പ്രവർത്തനവും ജീവിതവും അവസാനിപ്പിച്ചുകൊണ്ടെന്ന് പോയപ്പോൾ ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന ഘടകം കൂടാതെ മനസ്സ് എന്ന് പറയുന്ന 4-ാമതൊരു ഘടകം കൂടി ഉണ്ടായെന്നും നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഗ്രഹിച്ചു. വചനപ്രകാരം തന്നെയാണ്. അത് ഇതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനും ഉണ്ടായിരുന്നു എന്നും ഗ്രഹിച്ചു. കാരണം സകലത്തിൽ നമ്മുടെ സഹോദരന്മാരെ സദസ്യമാകാൻ ആവശ്യമായിരുന്നു എന്ന് നമ്മൾ ഗ്രഹിക്കാണ്ടിയായി തോന്നുന്നു. എന്നാൽ ഇവിടെ നമ്മളൊരു ചോദ്യം, ഇതേപോലെ ഉള്ളവും ദേഹിയും ആത്മാവും ജ്ഞാനവുമായി ഈ ലോകത്തിൽ മിസ്രയീം ദേശത്തേക്ക് വന്ന് മോശയ്ക്ക് പ്രത്യക്ഷനായി തൻ്റെ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കടത്തി ഫറവോൻ്റെ മേൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നിവർത്തിച്ചതിന് ശേഷം 40 വർഷം കൊണ്ട് നോബ പർവ്വതം എല്ലാം കഴിഞ്ഞ് യോർദാൻ വിഭാഗിച്ച് കനാൻ ദേശത്ത് തൻ്റെ ജനത്തെ എത്തിച്ചപ്പോൾ അവൻ ഏത് മനസ്സ് സമ്പാദിച്ചു? അവൻ സമ്പാദിച്ച മനസ്സേത്? കർത്താവിന്റെ സ്തോത്രം. ആ മനസ്സേത്? അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു? നമ്മൾ ഭൂമിയിൽ ഉള്ള മനുഷ്യൻ്റെ സാദൃശ്യപ്രകാരം തന്നെ നമ്മൾ ചിന്തിക്കാം. ഞാൻ ഈ ലോകത്ത് ജീവിച്ചെങ്കിൽ ആ ജീവിച്ച് കാലാവധി കഴിഞ്ഞപ്പോൾ ഞാൻ സമ്പാദിച്ചതാണ് മനസ്സെങ്കിൽ, ഈ ലോകത്തിലെ സമ്പാദ്യത്തിൻ്റെ ആകത്തുകയാണ് എനിക്ക് ലഭിച്ചതെങ്കിൽ, ഇതുപോലെ തന്നെ കർത്താവായ യേശു ലോകത്തിൽ ജീവിച്ച് 33 വർഷം കൊണ്ട് അവനും സമ്പാദിച്ചു എന്ന് പഠിക്കുന്നു. എന്നാൽ ഇവിടെ നിന്ന് നമ്മൾ അതേപോലെ തന്നെ പഠിക്കുകയാണ്. ഏകസത്യ ദൈവം തൻ്റെ ആത്മാവും തൻ്റെ ജ്ഞാനവുമായി മിസ്രയീമിൽ നിന്ന് അടിമകളായിരിക്കുന്ന തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ കടന്നു വന്നു. ഈ 3 കാര്യങ്ങളും പ്രവർത്തിച്ചു. ഞാനാകുന്നവൻ പ്രവർത്തിച്ചു. അവരുടെ ഉള്ളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തു. ജ്ഞാനത്തോടെ അവരെ നടത്തി. ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് അവർ കനാൻ ദേശത്ത് എത്തിച്ചേർന്നപ്പോൾ ഏത് മനസ്സുണ്ടായി? ഇവൻ എന്തുണ്ടായി? കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അങ്ങനെ ഉണ്ടായതാണ്. കർത്താവിൻ്റെ ആത്മാവ്
കർത്താവിൻ്റെ ജ്ഞാനം, കർത്താവിൻ്റെ ഈ 3 ഭാഗങ്ങൾ കൂടാതെ, ലോകത്തുള്ള മനുഷ്യന് ഈ 3 ഭാഗങ്ങൾ കൂടാതെ നാലാമതുണ്ടായത് മനസ്സാണെങ്കിൽ, ഈ 3 ഭാഗങ്ങൾ കൂടാതെ ദൈവത്തിൻ്റെ ഉള്ളവും ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും കൂടാതെ ഈ 40 വർഷത്തെ പ്രവൃത്തി കൊണ്ട് അവനുണ്ടായതെന്ത്? എന്തായിരുന്നാലും ദൈവത്തിൻ്റെ വചനം സംശയമില്ലാതെ പറയുന്നത് ഇതാണ്. അങ്ങനെ ഉണ്ടായതാണ് ഈ നാമം. ഏത് നാമം? ക്രിസ്തുയേശു എന്ന നാമം, യേശു എന്ന നാമം, ഹോവ രക്ഷകനായി തീർന്ന നാമം. അതാണ് അവന് തന്ന മനസ്സ്. അതിനെക്കുറിച്ചാണ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, കർത്താവേ, നിന്റെ വലത്ത് കൈ, നിന്റെ കൈ നിന്റെ വലത്ത് ഭാഗത്തെ പുരുഷൻ്റെ മേൽ, നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രൻ്റെ മേൽ തന്നെ ഇരിക്കട്ടെ. അവൻ്റെ ഹൃദയത്തിലെ ഈ പ്രവൃത്തി ചെയ്യുമ്പോഴെല്ലാം, ഈ കാര്യങ്ങൾ നിവർത്തിക്കുമ്പോഴെല്ലാം അവൻ്റെ ഹൃദയത്തിലെ ലക്ഷ്യം ഇതൊന്നു മാത്രമായിരുന്നു. നാളെ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം. നാളെ വരാൻ പോകുന്ന, നാളെ ലോകത്തിലേക്ക് മാനവരാശിയുടെ രക്ഷയ്ക്കായിട്ട് ഒരു രക്ഷകനെ വേണം. ആ രക്ഷകനെ ഈ ലോകത്തിലേക്ക് അയക്കണം. ആ രക്ഷകനെ മുന്നിൽ കണ്ടുകൊണ്ട് അവൻ പ്രവർത്തിച്ച പ്രവൃത്തിയായിരുന്നു ഇതൊക്കെയും. അങ്ങനെ അവിടെ ചെന്നതോടുകൂടി നമ്മൾ ആദ്യം പഠിച്ചതുപോലെ ദേഹം, ദേഹി, ആത്മാവ്, മനസ്സ് എന്ന ഘടകത്തോടു കൂടി, ജനിച്ചപ്പോൾ ഇല്ലാതിരുന്ന 4ാമതൊരു ഘടകത്തോടു കൂടി ഈ ലോകത്തിൽ നിന്ന് മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങുന്നത് പോലെ, മിസ്രൈമിലേക്ക് എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന ദൈവം ആ ശുശ്രൂഷ പൂർത്തിയാക്കി 40 വർഷത്തിന് ശേഷം മടങ്ങുമ്പോൾ അവൻ്റെ ആത്മാവുണ്ടായിരുന്നു, അവൻ്റെ ജ്ഞാനമുണ്ടായിരുന്നു, അവനുണ്ടായിരുന്നു. ഞാൻ എന്ന് പറയുന്നു ഞാനാകുന്നു, അവൻ ദേഹി ഉണ്ടായിരുന്നു. എന്നത് കൂടാതെ അവൻ്റെ ഒരു നാമവും കൂടി ഉണ്ടായിരുന്നു. അതാണ് സമ്പാദിച്ച നാമം. ആ നാമമാണ് പിന്നീട് മനുഷ്യനായി തീർന്നത്. ആ നാമത്തിലാണ് നാളെ ഒരു വരുമെന്ന് 118 സങ്കീർത്തനം 26 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ യഹൂദന് കഴിയാതെ വന്നതാണ് അവരുടെ പരാജയത്തിന് കാരണം. അപ്പോഴും നമ്മൾ പഠിക്കുന്നത് അവൻ ഏകനോ അനേകനോ, ഏകൻ മാത്രം. അപ്പോൾ അവന് കനാൻ ദേശത്ത് തൻ്റെ ജനത്തെ എത്തിച്ചപ്പോൾ ഏതെല്ലാം ഘടകങ്ങളുണ്ടായിരുന്നു? ദേഹവും ദേഹി ഉണ്ടായിരുന്നു, ആത്മാവുണ്ടായിരുന്നു, ജ്ഞാനമുണ്ടായിരുന്നു, നാമമുണ്ടായിരുന്നു. അവനോ ഏകൻ മാത്രം. കർത്താവിൻ്റെ സ്തോത്രം. ഇന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ ഈ ഘടകങ്ങൾ കൂടിയതാണ് ദൈവമെന്ന് നമ്മൾ പഠിക്കാനിടയായി തീർന്നു. ഇതാണെന്ന് ഈ വീഡിയോയിൽ കൂടി ചിന്തിക്കാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ ദേഹം, ആത്മാവ്, മനസ്സ് എന്ന് പറയുന്ന ഈ ഘടകം, 4 ഘടകങ്ങളും കൂടിയതാണ് അവൻ. അതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഉള്ളം, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ജ്ഞാനം എന്നിവ ഒരുമിച്ച് കൂടിയതാണ് ദൈവം. അപ്പോൾ ത്രിയേകൻ എന്ന് പറയുന്നുണ്ട്, എന്താ തെറ്റ്? അപ്പോൾ തൃത്വം എന്ന് പറയുന്നുണ്ട്, എന്ത് തെറ്റ്? ഈ 3 ഘടകങ്ങൾ കൂടിയതാണല്ലോ ദൈവം. അവിടെ നമ്മൾ അതിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചിന്തിക്കുന്നത്. കാരണം വീണ്ടും നമ്മൾ തിരിച്ചു പോവുക എങ്ങോട്ട്? ഭൂമിയിലുള്ള ഒരു മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ അവനൊരു ഭവനം പണിയാനായിട്ട് ചിന്തിച്ചു. 2 നിലയുള്ളൊരു കെട്ടിടം, 5 മുറികൾ, ഒരു ഹാള്, കിച്ചൺ, ഊണുമുറി, വെള്ള കളർ അടിക്കുന്ന മതിൽ, ചുറ്റുമതിൽ മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൻ്റെ ഹൃദയത്തിൽ അവൻ ആഗ്രഹിച്ച് അതനുസരിച്ച് പ്ലാൻ തയ്യാറാക്കി അവൻ അത് നിവർത്തീകരിക്കാൻ തൻ്റെ ശരീരം കൊണ്ട് പ്രവർത്തിച്ചു. അവസാനം പുരപണി തീർന്നു, എല്ലാം കഴിഞ്ഞു. അവനെന്ന് പറയുന്നത് ആരാണ്? ഭവനം മാറി നിൽക്കട്ടെ, അവനെന്ന് പറയുന്നത് ആരാണ്? ഇന്ന് അവനെന്ന് പറയുന്നത് അവൻ പ്ലസ് അവൻ്റെ ശരീരം പ്ലസ് അവൻ്റെ ജ്ഞാനം, അവൻ്റെ ഉള്ളിലുള്ള ഈ പ്ലാൻ, ഈ 3ഉം അവനിലുണ്ട്. പിരിയാൻ പറ്റാത്ത ഘടകങ്ങളായിട്ട് ഈ 3 കൊണ്ട് സമ്മതിച്ചു. ശരീരം മാറ്റിയാൽ, അവൻ്റെ പ്ലാൻ മാറ്റിയാൽ നമുക്കത് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ അവിടെ ഉദിക്കുന്നൊരു ചോദ്യം, ഇത് 3 ഘടകങ്ങളും കൂടിയ ഒരു ദൈവമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് അവനെന്ന് നമ്മൾ പഠിക്കുന്നുവെങ്കിൽ ഈ പ്ലാൻ ആരംഭിക്കുന്നതിന് മുമ്പ് അവനുണ്ടോ? ഈ പ്ലാൻ പുരപണി ആരംഭിക്കുന്നതിന് മുമ്പ് പ്ലാനുണ്ട്.
പ്ലാൻ ആരംഭിക്കുന്നതിന് മുമ്പ് അവനില്ലേ? 10-ാം തീയതിയാണ് പ്ലാനിൻ്റെ പെരയെക്കുറിച്ചുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ടാവും. അപ്പോൾ 10-ാം തീയതി വന്ന ജ്ഞാനം, ആഗ്രഹം അവനിൽ നിന്ന് അങ്ങ് മാറ്റി നിർത്തി 9-ാം തീയതി അവനില്ലേ? നിശ്ചയമായിട്ടുമുണ്ട്. 9-ാം തീയതി എന്തൊക്കെയുണ്ട്? അവനുണ്ട്, അവൻ്റെ ആത്മാവുണ്ട്. അവനുണ്ട്, അവൻ്റെ ആത്മാവുണ്ട്. രണ്ടാമത്, ഇത് നിവർത്തിച്ച ജീവൻ. ഈ ജീവൻ ഇല്ലെങ്കിൽ അവനില്ലേ? അവനുണ്ടാകുന്നതിന് മുമ്പും അവൻ ജനിക്കുന്നതിന് മുമ്പും ഈ ലോകത്തിൽ വന്നതിന് ശേഷം അവനെ ദേഹിക്ക് വസിക്കാൻ ഒരു കൂടാണ്. ഒരു പക്ഷി എന്ന് ഒരു കൂട്ടിൽ വസിക്കുന്നത് പോലെ ആദ്യം കൂടുണ്ടാക്കിയതിന് ശേഷം ആ കൂട്ടിൽ വന്ന് വസിക്കാൻ തക്കവണ്ണം മനുഷ്യന് ദേഹത്തെ ജീവിപ്പിക്കുന്ന ജീവരക്തവും ആ ജീവിപ്പിക്കുന്ന ആത്മാവും ആയ ഒരു കൂടുണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് ദേഹി വന്ന് വസിച്ചെന്നാണ്. അപ്പോൾ അവൻ്റെ ആത്മാവിന് മുമ്പും അവനുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അവനുണ്ട്, അപ്പോഴും അവനുണ്ട്. ഇത് രണ്ടും മാറ്റിയാലും അവനുണ്ട്. അവനെയൊക്കെ അവൻ ഒരാളാണ്. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറഞ്ഞത്, ക്രിസ്തുയേശുവിനെ കുറിച്ച് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, വചനം ജഡമായി തീർന്നു, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ആദ്യമേ തന്നെ ഒരു കൂടുണ്ടാക്കി. ആ കൂടിന് വേണ്ട ഭാഗങ്ങളാണ്. വചനം ജഡമായി തീർന്നു. വചനം വരുന്ന ആത്മാവിൽ നിന്നാണ്. ആത്മാവ് വചനം, ആ വചനത്താൽ ജഡ ഉരുവായി തീർന്നു. അതാണ് ദേഹവും ജീവരക്തവും ആത്മാവും. അങ്ങനെ ആ കൂട്ടിൽ ദൈവം വന്ന് വസിച്ചെന്നാണ്. ഇതുപോലെ മനുഷ്യൻ തൻ്റെ ജഡത്തെ ജീവിപ്പിക്കുന്ന ജീവരക്തവും ജീവിപ്പിക്കുന്ന ആത്മാവും, ഈ 3 ഘടകങ്ങളുള്ളതിൽ ദേഹി വന്ന് വസിച്ചെന്നാണ്. അവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാനുള്ളൊരു ജ്ഞാനമുണ്ടെങ്കിൽ ആ ജ്ഞാനത്തിന് മുമ്പ് അവനുണ്ട്, അവനെന്നുള്ള ശരീരമുണ്ട്. ഈ ശരീരവും ആത്മാവും നഷ്ടപ്പെട്ടു പോയാൽ ആത്മാവിനെ നൽകിയ ദൈവത്തിലേക്ക് പോകും, മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുമെന്നാണ്. അപ്പോൾ അതിനു മുമ്പും അവനുണ്ട്. ഈ 2 ഘടകങ്ങളോട് കൂടി മാത്രമേ അവനുള്ളൂ എന്ന് പറയുന്നതാണ് തെറ്റ്. ഇതുപോലെ കർത്താവിൻ്റെ വചനം പറയുന്നത്, ദൈവത്തിൻ്റെ ജ്ഞാനം ഉളവായത് ദൈവം തൻ്റെ സൃഷ്ടിയുടെ ആരംഭമായി എന്നെ ഉളവാക്കി. ആ ജ്ഞാനം ആരംഭിക്കുന്നതിന് മുമ്പേ ദൈവമുണ്ട്. ആ ജ്ഞാനമാണ് ദൈവത്തിൻ്റെ വചനം. അത് ഉത്ഭവിച്ചു വരുന്നത് ആത്മാവിൽ നിന്നാണ്. ആത്മാവ് ഉത്ഭവിച്ചു വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ഇതിനൊക്കെയും മുമ്പ് അവനുണ്ട്, അവനേകൻ. അവനിൽ നിന്നാണ് ഇതൊക്കെയും വരുന്നത്. അവനല്ലാതെ ഒരു ദൈവമില്ല. അവൻ അനേകനല്ല. കർത്താവിന് ഇത് നമ്മളിവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിച്ചത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിന്തിച്ചതിനെക്കുറിച്ച് ചില സംശയങ്ങൾ ഉരുവായി തീർന്നു. അങ്ങനെയെങ്കിൽ അവൻ ത്രിയേകനെന്ന് പറയുന്നതുകൊണ്ട് എന്ത് തെറ്റ്? തൃത്വമാകുന്നു എന്ന് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങൾ കൂടിയതാണ് അവനെന്ന് പറയുന്നതുകൊണ്ട് എന്ത് തെറ്റ് എന്നുള്ള ചോദ്യം വന്നതുകൊണ്ടാണ് ഈ വീഡിയോയിൽ പ്രകാരം ചിന്തിപ്പാടിയായി തീർന്നത്. ഒറ്റ കാര്യം ചിന്തിച്ചു കൊള്ളുക. ഒറ്റ കാര്യം, ജ്ഞാനമില്ലെങ്കിലും വ്യക്തിയുണ്ട്. ജ്ഞാനമെന്ന് പറയുന്നതിന് ആരംഭമുണ്ട്. ആരംഭമില്ലാത്ത ഒരുവൻ അതിനു മുമ്പേ ഉള്ളവൻ, അവനേകൻ. അവനെയാണ് നാം ദൈവം എന്ന് വിളിക്കുന്നത്. ആരംഭമുള്ളവനെ നോക്കി നാം ദൈവം എന്ന് വിളിക്കുന്നുവെങ്കിൽ, ആരംഭമില്ലാത്ത ഒരുവൻ അതിനെ ആധാരമായി കണ്ടുകൊണ്ടാണ് ആരംഭമുള്ളവനെ നാം ദൈവം എന്ന് വിളിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് അവൻ ഏകനായി അനാദിയും ശാശ്വതവാനുമായി ഇരിക്കുമ്പോൾ അവന് മറ്റാരുടെയും, അവൻ്റെ നിലനിൽപ്പിനും അവൻ്റെ ദൈവത്വത്തിനും അവൻ്റെ ഏകത്വത്തിനും ആരുടെയും സഹായം ആവശ്യമില്ല. അവൻ അനാദിയും ശാശ്വതവാനുമായി ഏകനായി എന്നേക്കും ദൈവമായിരിക്കും. പിന്നീടുള്ളത് മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, ജ്ഞാനത്തിൻ്റെ പ്രവർത്തനം മുഴുവനും പ്രപഞ്ച സൃഷ്ടിയുടെ ഭാഗമായിട്ട് ലോകത്തിൽ അവനിൽ നിന്ന് ഇച്ഛയും ആ ഇച്ഛാനിവൃത്തിയും വേണ്ടി വന്നപ്പോൾ ഉളവായിട്ടുള്ളത് മാത്രമാണ്, പിന്നീടുള്ളതല്ല. കാരണഭൂതനായ അവൻ ഏകൻ. അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. അതിന് ത്രിയോഗം വേണ്ട, മറ്റൊന്നും വേണ്ട. കർത്താവ് പറയുന്നു, ഞാൻ ആരെയും അറിയുന്നില്ല, ഞാൻ ഒരുത്തനെയും അറിയുന്നില്ല. ഞാൻ ഏകനായി ആകാശത്തെ വിരിച്ചവൻ, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, നമ്മുടെ കർത്താവും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ആ ഏകദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. അവൻ്റെ ഏകത്വത്തെ നമുക്ക് ദർശിക്കാം. വലിയവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.